ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കുടിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഈ ജ്യൂസുകൾ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനുമൊക്കെ സഹായിക്കുകയും ചെയ്യും. ഈ ജ്യൂസുകളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, കരോട്ടിനോയിഡുകൾ എന്നിവ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. ആദ്യം ബീട്രൂട്ട് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഈ ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ബീട്രൂട്ടിൽ അയൺ, ഫൈബർ, പൊട്ടാസ്യം, വൈറ്റമിൻ B12 എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പതിവായി ബീട്രൂട്ട് കഴിക്കുന്നവരിൽ മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താനും ചർമ്മത്തെ ആരോഗ്യകരവും തിളക്കവുമുള്ളതാക്കുന്നതിനും രക്തചംക്രമണവും സ്റ്റാമിനയും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ അളവ് കുറവാണെങ്കിൽ ഹീമോഗ്ലോബിൻ കൂട്ടുന്നതിന് വളരെ നല്ലതാണ് ബീട്രൂട്ട് ജ്യൂസ്. ബീട്രൂട്ട് പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന നൈട്രേറ്റ് ഓക്സൈഡുകളായി മാറുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഹൃദയസ്തംഭനം, ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള പ്രധാന കാരണമായിരിക്കുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്തുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ബീട്രൂട്ട് ജ്യൂസ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതിനാലും വൈറ്റമിൻ B12 ഉള്ളതിനാലുമൊക്കെ ഷുഗർ ഉള്ളവർക്ക് ഷുഗറിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ബീട്രൂട്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ബീട്രൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ജ്യൂസായും സ്മൂത്തിയായും ഒക്കെ കഴിക്കാവുന്നതാണ്. ജ്യൂസായി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ബീട്രൂട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കുക. അല്ലാത്തവർ അരിക്കാതെ സ്മൂത്തിയായി കഴിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പിങ്ക് സാൾട്ട് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും മുഖം തിളങ്ങുന്നതിനുമൊക്കെ ഇതുപോലെ കഴിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ജ്യൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ സി, പ്രോട്ടീൻ, വൈറ്റമിൻ കെ എന്നീ പോഷകങ്ങൾ കാണപ്പെടുന്ന ഒന്നാണ് മല്ലിയില. പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നല്ലൊരു ഔഷധം കൂടിയാണ് മല്ലിയില. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ നല്ലൊരു ഹെൽത്തി ജ്യൂസ് മല്ലിയില ഉപയോഗിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മല്ലിയില ജ്യൂസ് തയ്യാറാക്കാനായി ഇത്രയും മല്ലിയില നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് ഒരു പിടി മല്ലിയിലയാണ് ഞാൻ എടുക്കുന്നത്. മല്ലിയില ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറച്ച് HDL എന്ന ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് മല്ലിയില. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ വിവിധ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുന്നത് ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നു. ഈ മല്ലിയിലയിലെ ഈ തണ്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ്. ഈ തണ്ട് കളയണ്ട കേട്ടോ, നമുക്കിത് രസത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ മല്ലിയില നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ജ്യൂസ് തയ്യാറാക്കാനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇത് ചെറിയ 1-2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുക. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും നല്ല ദഹനത്തിനും മെറ്റബോളിസം കൂട്ടുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് ഇഞ്ചി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ ഗുണങ്ങൾ ഇഞ്ചിയിൽ ധാരാളമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ മല്ലിയില ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മല്ലിയില ജ്യൂസ് നല്ല തിക്കായിട്ടല്ല ഇരിക്കുന്നത്, നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന്. മല്ലിയില എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഇതിൽ നല്ലപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം വെള്ളം വേണ്ട എങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചാലും മതി. ഇനി ഇത് അരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റായി തന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇനി ഈ ജ്യൂസിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുവൻ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ടേസ്റ്റിന് അല്പം ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുത്ത് കുടിക്കുക. മല്ലിയിലയിൽ അയണും വൈറ്റമിൻ സിയും ധാരാളമുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങയിലും വൈറ്റമിൻ സി ധാരാളമുള്ളതിനാൽ രക്തക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് മല്ലിയില ജ്യൂസ്. ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതിലൂടെ ഷുഗർ, കൊളസ്ട്രോൾ, തടി മാത്രമല്ല കുറയുന്നത്, കരൾ പ്രശ്നങ്ങളെ ചികിത്സിക്കാനുള്ള നല്ലൊരു ഔഷധം കൂടിയാണ് മല്ലിയില. അപ്പോൾ ആരോഗ്യ ഗുണങ്ങൾക്കായി മല്ലിയില ജ്യൂസ് ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ടൊമാറ്റോ ജ്യൂസ് ആണ്. നല്ല ഹെൽത്തി ടൊമാറ്റോ ജ്യൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പ്രമേഹം കുറയ്ക്കാനും പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മറ്റു സങ്കീർണതകൾ കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് തക്കാളി. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും അതിലുമുപരിയായി ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ശക്തമായ ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് തക്കാളി. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെയും കാൽഷ്യവും എല്ലുകളുടെ ബലത്തിനും മറ്റു തകരാറുകൾ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം,
1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഷുഗറുള്ളവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തി ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കൂടാതെ ഗ്ലൂക്കോസ് ലെവലിൽ വരുന്ന വ്യതിയാനങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് കുരുമുളക്. ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയതാണ് കുരുമുളക്. ഇത് ഷുഗറുള്ളവരിൽ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കും. കൂടാതെ ഈ ജ്യൂസിലുള്ള മറ്റ് ന്യൂട്രിയൻസിൻ്റെ ആഗിരണം ശരിയായി നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്ന് കൂടിയാണ് കുരുമുളക്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് കുരുമുളക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പിങ്ക് സാൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഹെൽത്തി ടൊമാറ്റോ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഡയറക്റ്റായി ഒഴിക്കുക. ടൊമാറ്റോ ജ്യൂസ് അധികം തിക്കായിട്ടല്ല ഇരിക്കുന്നത്, കണ്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ പറഞ്ഞ 3 ജ്യൂസുകളും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപായോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് ഇടനേരങ്ങളിലാണ് ഇത്തരം ജ്യൂസുകൾ കുടിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയാവാം. ഇത്തരം ജ്യൂസുകൾ കുടിക്കുന്നതിലൂടെ മറ്റ് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാനിടയാകും. ഈ ജ്യൂസുകൾ ഫീലിംഗ് ഓഫ് ഫുൾനെസ് തരുന്നത് കൊണ്ട് അധിക നേരം വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നല്ല വാട്ടർ കണ്ടന്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥ ഒരു പരിധിവരെ തടയുന്നതിന് വളരെ നല്ലതാണ് ഇത്തരം ജ്യൂസുകൾ കഴിക്കുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഷുഗർ കുറയ്ക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മീൽ റീപ്ലേസ്മെൻ്റ് ആയി അല്ല കഴിക്കാൻ പറയുന്നത്. ഷുഗർ ഉള്ളവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജ്യൂസായി കഴിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള ജ്യൂസുകളൊക്കെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രമേഹമുള്ളവർക്ക് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം ജ്യൂസുകൾ ഒഴിവാക്കുക. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യണം. ഷുഗർ കുറയ്ക്കാനൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നാരുകളുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പയർവർഗ്ഗങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എണ്ണയിൽ വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും മധുരപലഹാരങ്ങളുമൊക്കെ ഒഴിവാക്കുക. ദിവസവും 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. നല്ലതുപോലെ ഉറങ്ങണം. വെള്ളം ധാരാളമായി കുടിക്കുക. മാനസിക പിരിമുറുക്കവും സമ്മർദ്ദങ്ങളും പരമാവധി ഒഴിവാക്കുക. റെഗുലറായി ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യണം. കൂടുതൽ വണ്ണമുള്ളവർ ശരീരഭാരം നിയന്ത്രിക്കണം. പ്രമേഹമുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കണം. മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. ആരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഷുഗറിൻ്റെ മറ്റു സങ്കീർണതകൾ മാറ്റാനായി നിങ്ങൾക്ക് ചില ഹോം റെമഡീസും ട്രൈ ചെയ്യാവുന്നതാണ്. ഷുഗറുള്ളവർ ദിവസവും പഴങ്ങൾ കഴിക്കണം. ഏതൊക്കെ പഴങ്ങൾ എങ്ങനെയൊക്കെ കഴിക്കാം എന്നതിൻ്റെ ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷുഗറുള്ളവർ ഇത്രയും കാര്യങ്ങൾ ഷുഗർ കുറയ്ക്കുന്നതിനായി ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.